ഡോക്ടർ ലളിതാംബിക 5 വർഷം മുമ്പ് ഈ ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയെന്നുള്ള ആരോപണം നേരിടുന്ന ഡോക്ടർ ഇപ്പോൾ സംസാരിക്കുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക്. അത് കത്രിയല്ല, അത് മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്, കത്രിയല്ല. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസ്. ഇപ്പോഴിത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൻ്റെ ഭയാനകമായ മറ്റൊരു കഥ കൂടി പുറത്തു വന്നിരിക്കുന്നു. ഗർഭപാത്രം നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് പോയ ഉഷ എന്ന സ്ത്രീയുടെ വയറ്റിൽ ഒരു കത്രിയ. ആണ് കത്രിയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. കഴിഞ്ഞ 5 വർഷമായി അവരും വേദന സഹിച്ച് കത്രികയും ചുമ്മി നടക്കുകയാണ്. അപ്പോൾ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും, എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പോൾ ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. ഇവിടെ നിന്നിട്ട് എനിക്ക് എന്റെ കയ്യും കാലും ധരിക്കുന്നു. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? വേദനയുടെ കാരണം ഒരു ഡോക്ടറും കണ്ടുപിടിച്ചില്ല. എന്തായാലും തുടർഭരണമായത് കാര്യമായി. അല്ലായിരുന്നെങ്കിൽ വീണ ജോർജ് പറഞ്ഞേനേയും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കത്രികയായിരുന്നുവെന്ന്. ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഓർമ്മ? ഇല്ല, കാണത്തില്ല. അത് ഒമ്മൻ്റെ എല്ലാം കൂടെ മോളിൽ കയറി നമ്മൾ കാണത്തില്ല. അതെനിക്ക് അറിഞ്ഞൂടാ, ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇല്ല. അതിലെ ഒരു കാര്യം വെച്ചാൽ പക്ഷേ 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കുക. ഇത് പാക്കും ഇരിക്കാം, ഇതും ഇരിക്കാം. പിന്നെ വേറൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖത്തിനാണ്. അതിൻ്റെ വേദനയായിരുന്നു. അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. ഞാനല്ല, അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. അന്ന് കോവിഡായിരുന്നു. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിൻ്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. ജോലിഭാരം താങ്ങാനാവാതെ അലക്കുകല്ല് ഇടിഞ്ഞു വീണു. വീട്ടിൽ AC വെച്ചില്ല യുവാവ് കുളു മണാലിയിലേക്ക് നാട് വിട്ടു. മൈജിയുടെ പരസ്യത്തിൽ മഞ്ജു വാര്യർ പറയുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. എന്നിട്ടൊരു ചോദ്യമുണ്ട്, നമ്മുടെ നാട് എങ്ങോട്ടായി പോന്നേ? അപ്പം അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അന്ന് ഒന്നാമത് പ്രത്യേകിച്ച് കോവിഡ് ആയിരുന്നുകൊണ്ടാണ് കോവിഡിലായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവൻ. കോവിഡ് ഗർഭിണികൾ പ്രൈവറ്റ് ആശുപത്രിക്കാരൊന്നും എടുക്കുന്നില്ല, എല്ലാം ഞങ്ങളല്ലേ. ദൂരം കോവിഡ് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ഒത്തിരി നമ്മളന്ന് ഫുൾ അതിലായിരുന്നു. അപ്പം നമ്മൾ ഈ ബാക്കി ഇലക്റ്റീവ് സർജറിയൊക്കെ ഒരുപാട് കുറച്ചായിരുന്നു. പക്ഷെ ഇത് 3.5 കിലോ ഉള്ളതും ക്യാൻസർ ആണോ എന്ന് സംശയമുള്ളതുമായ ഒരു ട്യൂമർ ആയിരുന്നുകൊണ്ടാണ് 10-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 12-ാം തീയതി ചെയ്ത് 15-ന്, അത് ഇന്നലെ അവർ TV പറഞ്ഞതാണ്, 15-ന് വിട്ടു. എനിക്ക് ഓർമ്മയില്ല, 3 ദിവസം കൊണ്ട് അവരെ വിട്ടു എന്ന് അവർ പറഞ്ഞു ഇന്നലെ. അപ്പോൾ അത്രയും സിൻസിയറായിട്ടും കാര്യമായിട്ടും അവരന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായി പുരുഷോത്തമ. ഈ വീട്ടിൽ ആരെയും കാണില്ല, അത് വേറൊന്നോ. ഞാൻ ആരോടും പേടിച്ച, ഇവിടെ ആലപ്പുഴയുള്ള എല്ലാവർക്കും അറിയാം, ആരോടും ഞാൻ സർജറിക്ക് വേണ്ടി ഇന്ന് വരെ പൈസ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരോട് ഞാൻ മേടിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അതല്ലേ പറ്റത്തുള്ളൂ, അല്ല എനിക്ക് പ്രൈവറ്റിൽ പോയി ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഈ പ്രൈവറ്റ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നുമില്ല. ആളുകൾ വന്ന് പല പരിചയത്തിന്റെ പേരിലും പലരും വിളിച്ചൊക്കെ ഈ രാഷ്ട്രീയക്കാർ തന്നെ വിളിച്ചു പറഞ്ഞൊക്കെ ഒത്തിരി പേര് വന്ന് എന്നെ കാണാറുണ്ട്. അതൊന്നും ഒരു വലിയൊരു മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിലെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ പോലെ വലിയൊരു സംഭവമൊന്നുമല്ല, നമ്മൾ സമ്പാദിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാനൊരു 38 കൊല്ലം ഗവൺമെന്റിൽ വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്ത ആളാണ്. അതെല്ലാവരും ചോദിക്കുക. ഇല്ല, അതറിയത്തില്ല. ഇതിൻ്റെ എണ്ണത്തിനൊന്നും ഒരു കണക്കും ഗവൺമെൻറ് ആശുപത്രികളിലില്ല. അതൊക്കെ സിസ്റ്റം, പണ്ട് മന്ത്രി പറഞ്ഞ പോലെ ഇതൊന്നും സിസ്റ്റം ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകാനുള്ള സ്റ്റാഫില്ല. പിന്നെ ഗുരുതരമായ പിഴവ് തന്നെയാണ്. മാത്രമല്ല ഡോക്ടേഴ്സ് ഇത്ര അനാസ്ഥയോടെ പെരുമാറുന്നത് അതൊന്നും ശരിയായ നടപടിയല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ആ സ്ത്രീയുടെ വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 5 വർഷക്കാലം ഒരു കത്രിക വയറ്റിൽ കിടക്കുക, യൂറിൻ പോലും പാസ് ചെയ്യാൻ കഴിയാതെ വരിക, ബുദ്ധിമുട്ട് അനുഭവിക്കുക. പാവപ്പെട്ട ആളുകളായിട്ടല്ലേ എങ്ങും പോകാൻ കഴിയാതെ അക്യൂട്ടായ പെയിൻ വന്നപ്പോഴാണ് അവർ
ഇപ്പം മറ്റേ എക്സ്റേക്ക് പോയത്. അപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. അപൂർവമാണ്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതുന്നില്ല? എഴുതാനുള്ള സ്റ്റാഫില്ല. ആ സ്റ്റാഫ് എഴുതണം, എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് അത് ചെക്ക് ചെയ്യണം. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അതിനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെന്റിൽ അത് വന്നാൽ നല്ലതാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈൻ ആണ്. ഇനി അങ്ങനെ ഒരു സ്ക്രബ് നഴ്സ് ഇല്ലാതെ ആരൊക്കെയാണിത്? ഈ ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈൻ ആണ് ഈ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ സ്ക്രബ് നഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പൊ സ്ക്രബ് നഴ്സ് ഇല്ലാതെ ഒരു സർജറി നടക്കില്ല, ഒരിടത്ത് നടക്കില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനങ്ങളോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സ്ക്രബ് നഴ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളത്, ആ കാര്യങ്ങൾ പരിശോധിക്കുക. ഡോക്ടറും ഇത് നോക്കണം. ഇത് ഡോക്ടറിന്റെ എൻഷുർ ചെയ്യേണ്ട ആവശ്യമാണ്. സ്ക്രബ് നഴ്സ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഡോക്ടറിന്റെ കൂടിയാണ്. സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട്, അതിനുശേഷം ആ നഴ്സിന്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണല്ലോ ഇത്. ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എങ്ങനെ അവ സർജറി നടത്തി? അത് ആ ഒരു സ്ക്രബ് നഴ്സ് അവിടെ ഇല്ല എങ്കിൽ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണ്. ഇവിടെ നഴ്സില്ല, അങ്ങനെ സ്ക്രബ് നഴ്സ് ഇല്ല എങ്കിൽ എങ്ങനെ ഒരു സർജറി അവർ അന്ന് നടത്തി? കത്രികയും പഞ്ഞിയും ഒക്കെ മറന്നു വെക്കാനുള്ള ഇടമായി മാറിയിരിക്കുന്നു സ്ത്രീ ശരീരം. എക്സ്റേ, ECG ഉപകരണങ്ങൾ എടുത്താൽ പൊങ്ങാത്തത് കൊണ്ടും മനുഷ്യന്റെ വയറിന് അത് ഉൾക്കൊള്ളാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ടുമാണ് ആരുടെയും വയറ്റിൽ അവറ്റകൾ പോകാത്തത്. നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് എങ്ങനെയും സഹിക്കാം, ചികിത്സിച്ച് കിടത്തലാണ് ഭയങ്കരം. വയറ്റിൽ മറന്നുവെച്ച കത്രികയുമായി ഹർഷിന ജീവിച്ചത് 5 വർഷമാണ്. അവരുടെ ദുരിതം കണ്ട് ചേർത്ത് പിടിക്കാൻ ചെന്ന് വീണ ജോർജ് പറഞ്ഞത് സർക്കാർ ഒപ്പമുണ്ടെന്നാണ്. ഹർഷിനയ്ക്ക് നീതി ഉറപ്പാക്കും. എന്നാൽ വീണ കാലുമാറി. ഹർഷിനയുടെ വയറ്റിൽ കണ്ടത് സർക്കാരിൻ്റെ കത്രികയല്ല പോലും. സർക്കാരിൻ്റെ കത്രിക ഇങ്ങനെയല്ല. സർക്കാരിൻ്റെ കത്രികയിൽ പിണറായി വിജയൻ്റെ മുഖം ആലേഖനം ചെയ്തിട്ടുണ്ടാകും. നഷ്ടപരിഹാരം തേടി ഹർഷിന അലയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വീണ ജോർജിനെ ചേർത്തുപിടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഹർഷിനയ്ക്ക് ഭയമാണ്. പിണറായി 3.0 നമുക്ക് പോകേണ്ടത്. അതിനു മുമ്പ് തന്നെ വീണ ജോർജിൻ്റെ ചേർത്തുപിടി സഹിക്കാനാകാതെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെല്ലാം നാട് വിടുമെന്നാണ് തോന്നുന്നത്. ഗവൺമെൻറ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയവരാണെങ്കിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വയറ്റിൽ കിടക്കുന്ന കത്രിക വീണ ജോർജിനെ ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. വീണ പോകും മുമ്പ് ആരോഗ്യവകുപ്പിലെ ആകെ കത്രികകളുടെ എണ്ണം, രോഗികളുടെ വയറ്റിൽ മറന്നുവെച്ച കത്രികയുടെ എണ്ണം, ഇവ കൂടി ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഡോക്ടർ രാവിലെ പറഞ്ഞത് 50 വർഷം ഈ കത്രിക വയറിൽ ഇരുന്നാൽ പോലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, രോഗിക്ക് അത് ബാധിക്കില്ലെന്ന് വളരെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു. ഒരു കാരണവശാൽ പറയാൻ പാടില്ലാത്ത സ്വന്തം അനുഭവത്തിലൊന്ന് വരട്ടെ. സമ്മതിക്കോ? ഇവർ സമ്മതിക്കോ? സ്വന്തം അനുഭവത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കോ? അതിനനുവദിക്കോ? എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അപ്പോ സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് ഗുരുതരമായ സ്വന്തം ചെയ്ത തൊഴിലിനോടും ചെയ്യുന്ന പ്രവൃത്തിയോടുമുള്ള ഒരു അനാദരവും അല്ലെങ്കിൽ അതിന് എത്ര നിസ്സാരമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇതിൽ പോലീസ് സഹായം, പോലീസിന്റെ അല്ലെങ്കിൽ തന്നെ കേസിലേക്ക് ഇത് പോകും. അതുകൊണ്ട് ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ അത് നൽകപ്പെടും. വയറ്റിൽ മറന്നുവെച്ച കത്രികയുമായി ഹർഷിന ജീവിച്ചത് 5 വർഷമാണ്. അവരുടെ ദുരിതം കണ്ട് ചേർത്ത് പിടിക്കാൻ ചെന്ന് വീണ ജോർജ് പറഞ്ഞത് സർക്കാർ ഒപ്പമുണ്ടെന്നാണ്. ഹർഷിനയ്ക്ക് നീതി ഉറപ്പാക്കും. എന്നാൽ വീണ കാലുമാറി. ഹർഷിനയുടെ വയറ്റിൽ കണ്ടത് സർക്കാരിൻ്റെ കത്രികയല്ല പോലും. സർക്കാരിൻ്റെ കത്രിക ഇങ്ങനെയല്ല. സർക്കാരിൻ്റെ കത്രികയിൽ പിണറായി വിജയൻ്റെ മുഖം ആലേഖനം ചെയ്തിട്ടുണ്ടാകും. നഷ്ടപരിഹാരം തേടി ഹർഷിന അലയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വീണ ജോർജിനെ ചേർത്തുപിടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഹർഷിനയ്ക്ക് ഭയമാണ്. ഡോക്ടർക്ക് സ്റ്റെതസ്കോപ്പും കത്രികയും പഞ്ഞിയുമൊക്കെ
മറന്നു വയ്ക്കാനുള്ള ഇടമായി മാറിയിരിക്കുന്നു സ്ത്രീ ശരീരം. എക്സ്റേ ECG ഉപകരണങ്ങൾ എടുത്താൽ പൊങ്ങാത്തത് കൊണ്ടും മനുഷ്യൻ്റെ വയറിന് അത് ഉൾക്കൊള്ളാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ടുമാണ് ആരുടെയും വയറ്റിൽ അവറ്റകൾ പോകാത്തത്. 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കത്രികയാണ് ഉഷയുടെ വയറ്റിൽ ഇരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം ഒരു കുഞ്ഞിൻ്റെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു. വീണ പക്ഷേ അങ്ങോട്ടൊന്നും സെൻറ്റി അടിക്കാൻ പോയതേയില്ല.